ഹലോ എടാ, നീ എന്നെ വിളിച്ച് ഗൂഗിൾ പേ വഴി 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, എന്റെ 10 പൈസ ഇല്ല. എടാ, നിനക്കറിയാവോ, ജോലിക്ക് പോകാനുള്ള മടി കൊണ്ട് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കും. വെളിയിലോട്ട് ഇറങ്ങി ജോലി ഒന്നും ആയില്ല എന്നുള്ള ചോദ്യം കേട്ട് കേട്ട് ഞാൻ മടുത്തു. പിന്നെ ഞാൻ തന്നെ ഇവിടെ വീട്ടുകാരെ പറ്റിച്ചാ ജോലി. നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നു, വെച്ചിട്ട് ഓടാറുന്നു. ഓർത്തന്മാർ രാവിലെ ഇറങ്ങിക്കും. 500 രൂപ ആവശ്യം. അമ്മ പത്രം വായിക്കുമായിരിക്കും. അല്ലടാ, ഞാനിവിടെ പാല് കാച്ചിക്കൊണ്ടിരിക്കുക. ഒരു 500 രൂപ ഉണ്ടോ തരാനായിട്ട്? അടുത്ത ദിവസം തരായിരുന്നു. ഏടാ, നിനക്ക് ശകലെങ്കിലും ഉളുപ്പുണ്ടോടാ? അയ്യോ, എനിക്ക് ഉടുപ്പും ഇല്ല, നല്ലൊരു ബനിയനും ഇല്ല. 500 കൂട്ടത്തിൽ 500 കൂടെ തരുവാണെങ്കിൽ ഒരു പാൻറ് കൂടെ മേടിക്കായിരുന്നു. ചെളിന്ന് പറയുമ്പോ വളീന്ന് കേൾക്കുന്ന ഒരുത്തൻ. എനിക്ക് ജോലി കിട്ടുന്നത് വരെ ഉള്ളു ഈ പ്രശ്നമൊക്കെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ ഒക്കെ ഞാൻ ഇവിടെ നിരത്തി വെക്കും, അറിയോ? നിരത്തി വെക്കും. അയ്യോ, എന്നിട്ട് എന്താ എന്റെ മക്കള് ജോലിക്ക് പോകാത്തത്? ഞാൻ ജോലിക്ക് പോകാത്തതല്ല ഇവിടെ പ്രശ്നം, എനിക്ക് ജോലി കിട്ടാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ആണോ? എന്നാ ജോലിയുണ്ട്. വെറൈറ്റി ദോശ ഉണ്ടാക്കുന്നവർക്ക് പെർ ഡേ 1500 രൂപ. നിനക്ക് പോകത്തില്ലയോ? അതിനെനിക്ക് ദോശ ഇടാൻ അറിയത്തില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നീ ഉണ്ടാക്കുന്ന എല്ലാം വെറൈറ്റി ദോശയായിരിക്കും. നിനക്ക് ധൈര്യമായിട്ട് പോകാം. ഞാനൊന്നും പോകത്തില്ല അറിയാത്ത പണിക്ക്. ഞാൻ ആ സോമൻചാണ്ട വർക്ക്ഷോപ്പിൽ പണിയാൻ പോയിട്ട് സോമൻചാണ്ട ഇപ്പൊ വർക്ക്ഷോപ്പിന്റെ പേര് മാറ്റി. എങ്ങനെ മാറ്റിയെന്ന്? സോമൻസ് ആക്രിക്കട. എടാ, ഇത്രയും നാളിനിടയ്ക്ക് നിന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്റെ അക്കൗണ്ടിലോ? എന്റെ അക്കൗണ്ടിൽ 3500 ഉണ്ട്, അറിയാമോ? ഇനി ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഏത് അക്കൗണ്ടില്? എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ. എന്നാ മോൻ പോയ അക്കൗണ്ടിൽ നിന്ന് 500 രൂപ എടുത്ത് അരി ഉണ്ണു വാങ്ങിച്ചോണ്ട് പോവാ. അയ്യോ, അതിന്ന് അരി ഉഴുന്നൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അതിനകത്തുനിന്ന് നമുക്ക് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടുന്നത്. ആഹാ, എന്നാ കുറച്ച് ലൈക്കും കമന്റും ഷെയർ ഇട്ടിട്ട് മോന് കുറച്ച് കഞ്ഞി എടുത്ത് തരട്ടെ. ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നു, എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിന് പോകാനായിട്ട് വഴിച്ചെലവിന് എന്തെങ്കിലും തരാൻ പറ്റുമോ? ഇന്റർവ്യൂവിനാണെങ്കിൽ അമ്മ പൈസ തരാം. എത്ര തരും? ഞാനൊരു 250 രൂപ തരും. ഞാനൊരു 450 ചോദിച്ചാലോ? ചിരിച്ചു ചിരിച്ചിരിക്കാൻ ABC കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക. ചിരിച്ചു ചിരിച്ചിരിക്കാൻ ABC കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക.